ദേവായനത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഉത്തര മലബാറിലെ ചിരപുരാതനമായ ക്ഷേത്രമാണ് കാസർഗോഡ് ചെറുവത്തൂർ ചക്രപുരം ശ്രീ നരസിംഹ ലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രം. സ്ഥിതി പരിപാലകനായ വൈകുണ്ഠനാഥന്റെ 3 പ്രധാന ഭാവങ്ങളും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. ചക്രപുരം ശ്രീ നരസിംഹ ലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രം പൂർണ്ണമായും കൃഷ്ണശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിറകിലുള്ള ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്ത്രീശ്വരൻ്റെ ഒരു നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളുമാണ്. ഈ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിക്കണം എന്നൊരു അഭിപ്രായം അദ്ദേഹം നിർദ്ദേശിക്കുകയും ഉത്തര കേരളത്തിൽ മലബാറിൽ ഒരു നരസിംഹ മൂർത്തിയുടെ ഉഗ്രഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ ചുറ്റമ്പലത്തിൽ വൈഷ്ണവ സങ്കല്പത്തിൽ രൗദ്രഭാവത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി നരസിംഹമൂർത്തിയും ലാസ്യഭാവത്തിൽ ലക്ഷ്മീനാരായണനും ശൈശവഭാവത്തിൽ ഉണ്ണിക്കണ്ണനായും ഒരേ ചുറ്റമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠ നടത്തിയ ഒരു മഹാക്ഷേത്രമാണ്. ഈ അമ്പലത്തിൻ്റെ തുടക്കം വെച്ചാൽ 2013 കാട് പിടിച്ച് കടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. പണ്ട് കാലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഉടമസ്ഥൻ തൃക്കരിപ്പൂരുള്ള ഒരു തറവാടിനായിരുന്നു. പിന്നെ ഈ പ്രദേശത്ത് ഈ ക്ഷേത്രം ഇങ്ങനെ നശിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ളവർക്ക് അനവധി ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് സ്വർണ്ണപ്രശ്നം വെച്ച് ഇങ്ങനെ 3 ദേവന്മാരുണ്ടെന്നും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സംരക്ഷകനായിട്ടൊരു രക്ഷസ്, അതായത് ആ തറവാടിൻ്റെ രക്ഷസ്, അതായത് ബ്രാഹ്മണരുടെ അധീനതയിലുള്ളതായതുകൊണ്ട് ഈ ദേവനെ ഉപാസിച്ചു വന്നിരുന്നതിൻ്റെ എന്നുള്ള ഒരു കാരണമാണ് ആ രക്ഷസും ഇവിടെ വരാൻ കാരണം. പിന്നെ ഈ ദേശത്തൊരു ദേവി ഗതി കിട്ടാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും ദേവന്മാർ ഉൾക്കൊള്ളുന്നൊരു പ്രദേശമാണിത്. അപ്പോൾ അങ്ങനെ 2013 പ്രശ്നം കഴിഞ്ഞു. 2015 ഇവിടെ ദേവചൈതന്യം നഷ്ടപ്പെടില്ല. എന്താ കഴിഞ്ഞാൽ ദേവൻ്റെ ഭാഗങ്ങൾ ഇവിടെയുണ്ട്. ആ ദേവൻ്റെ ഭാഗങ്ങളെടുത്ത് അതിനെ ബാലാലയത്തിലേക്ക് മാറ്റിവെച്ചു. ഷഡാധാര പ്രതിഷ്ഠയും കൂടിയും ചെയ്തിട്ട് അങ്ങനെയാണ് നവീകരണം 11 ദിവസം കൊണ്ട് ഇവിടെ നടത്താൻ കഴിഞ്ഞത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഉഗ്രരൂപിയായ നരസിംഹമൂർത്തിയാണ്. ഇവിടെ 3 പൂജകളാണ് നടക്കുന്നത്. രാവിലെ ഉഷപൂജ, ഉച്ചപൂജ, വൈകുന്നേരം അത്താഴപൂജയും 3 നേരം പൂജയുണ്ട്. സപ്തദേവന്മാരിൽ പെടാത്തൊരു ദേവനാണ് നരസിംഹമൂർത്തി. അതിന് പ്രത്യേക സംവിധാനവും പ്രത്യേക ധ്യാനവും അതൊന്നും അധികം എവിടെയും കാണില്ല. മറ്റു 7 ദേവന്മാർ ശിവൻ, വിഷ്ണു, ദുർഗ, സുബ്രഹ്മണ്യൻ അങ്ങനെയുള്ള 7 ദേവന്മാർ പ്രാധാന്യമുള്ളത്. അതിൽ പെടാത്തൊരു ദേവനാണ് ഈ നരസിംഹസ്വാമി. ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ ഉദയാസ്തമന പൂജയാണ്. അത് നമ്മുടെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിയതിന് ശേഷം അത് ഭഗവാൻ അനുഗ്രഹിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു പൂജയാണ്. അതോടൊപ്പം തന്നെ നിറമാല, പിന്നെ ഒരു ദിവസത്തെ വിശേഷാൽ പൂജ. വഴിപാടുകളിൽ പ്രധാനപ്പെട്ടത് വിദ്യാരാജഗോപാലം, അതായത് കുട്ടികൾക്ക് വിദ്യാസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആൾക്കാരിവിടെ വന്ന് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചിട്ടുമുണ്ട്. ഉപദേവന്മാർക്കൊക്കെ കാലത്തും വൈകുന്നേരം നിവേദ്യം, രക്ഷസിന് നിത്യനിവേദ്യം,
മറ്റേ എല്ലാ ഇംഗ്ലീഷ് മാസം 17-ാം തീയതി പുറത്തുള്ള ആ ഭൂതാലയത്തിൽ തെയ്യം നടക്കുന്ന അവിടെ പൂജ. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ചൈതന്യം. ഇവിടുത്തെ വഴിപാടുകൾ പ്രധാനമായും വെള്ളനിവേദ്യവും കടുംപായസം, പാൽപ്പായസം ഇവയാണ് രാവിലെ. വൈകുന്നേരം നരസിംഹസ്വാമിക്ക് പ്രത്യേകിച്ചും ഒരു പാനക നിവേദ്യം എല്ലാ ദിവസവും ഉണ്ട്. എത്രയോ വർഷം മുമ്പേ തകർന്നു പോയ ഈ ക്ഷേത്രം ഇനി ഒരിക്കലും സൂര്യചന്ദ്രന്മാർ ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ക്ഷേത്രം നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ എല്ലാം കൃഷ്ണശിലയിലാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. അഭംഗരം ഈ ക്ഷേത്രത്തിന് ഇവിടുത്തെ ഈശ്വരന്മാരുടെ ഏകദേശം 5 ശ്രീകോവിലിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ ഓരോ ഭക്തന്മാർ ഈ ക്ഷേത്രത്തിന് വേണ്ടി നിർമ്മിച്ച് നൽകിയിട്ടുള്ളതാണ്. എനിക്ക് എന്തെന്നില്ലാത്തൊരു എനർജിയാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട്. അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അത് എല്ലാവർക്കും ഈ അനുഗ്രഹം ഭഗവാന്റെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അമ്പലം വരുവാനൊരു ഈ ഭൂമിയുടെയും ജനങ്ങളുടെയും ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എനിക്കും പല അസുഖങ്ങളിലും വന്നു. ഇവിടുത്തെ ശക്തി, അവിടുത്തെ ശക്തി, എല്ലാവരുടെ ശക്തി കൊണ്ടും എല്ലാം സുഖമായി. ഇതിൻ്റെ വാസ്തു കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തത് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വന്ന് അദ്ദേഹം തന്നെ ഒരുപാട് പ്രാവശ്യം അത്ഭുതത്തോടെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളത്. 2017 ഇതിൻ്റെ വാസ്തുപരമായ ശില സ്ഥാപിക്കുകയും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് തന്നെ അത്ഭുതം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു. പിന്നീടൊക്കെ ഭഗവാൻ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രതിഷ്ഠ, അതായത് 11 ദിവസത്തെ കലശം കഴിഞ്ഞ് ഈ ദേവന്മാരെ പൂർണ്ണ ചൈതന്യവത്തായിട്ട് പഴയ ബിംബത്തിൽ നിന്ന് ആവാഹിച്ച് പുതിയ ബിംബത്തിലാക്കിയിട്ട് അങ്ങനെ 3 പ്രധാന ദേവന്മാരും അതിൽ പ്രധാനം നരസിംഹം, പിന്നെ 3 ഉപദേവന്മാരും, അങ്ങനെ ഒരു ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ 3 വൈഷ്ണവ ബിംബങ്ങൾ ഒരേപോലെയുള്ള ക്ഷേത്രങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ഉണ്ട് കേരളത്തിൽ, പക്ഷേ അപൂർവമാണെന്ന് മാത്രം. നാനൂറിലേറെ വർഷങ്ങളുടെ ചരിത്രം പേറുന്ന താഴെക്കാട്ടുമനയുടെ 18 ക്ഷേത്രങ്ങളിലൊന്ന് എന്ന നിലയിൽ ഇന്ന് ചെറുവത്തൂർ ചക്രപുരം നരസിംഹ ലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രം ക്ഷേത്രകലയുടെ ഉദാത്ത മാതൃക ഉൾക്കൊണ്ട് നവീകരിക്കപ്പെട്ടിരിക്കുന്നു. വന്യജീവികളുടെ സ്വൈര്യവിഹാര കേന്ദ്രമായിരുന്ന ഈ സ്ഥലം ഈ 2000-ന്, അതായത് നമ്മുടെ 96-ന് ശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള ക്ഷേത്ര ചൈതന്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുക്കാൻ വേണ്ടി ഈ പരിസരവാസികൾ തീരുമാനിച്ചത്. കൃത്യമായ റിട്ടേൺ റെക്കോർഡ്സുകളൊന്നും, എഴുതി വെക്കപ്പെട്ട രേഖകളൊന്നും ചക്രപുരം ക്ഷേത്രത്തെക്കുറിച്ച് ഇന്ന് ലഭ്യമല്ല. പഴമക്കാരുടെ പഴമൊഴികളിലും പഴമക്കാരുടെ ചിന്തകളിലും ഒക്കെയുള്ള ആശയങ്ങൾ ഇതിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങളാൽ കരുതി അവരോട് സംസാരിച്ച് കിട്ടാവുന്ന രേഖകളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. ഉത്തര കേരളത്തിലെ കൃഷ്ണശിലയിൽ നിർമ്മിച്ച 3 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒരു ചുറ്റമ്പലത്തിൽ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചക്രപുരം നരസിംഹ ലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രം. 500 വർഷങ്ങൾക്ക് മുൻപ് പൂർണ്ണമായും നശിച്ചുപോയ ക്ഷേത്രം ഇപ്പോൾ പൂർണ്ണമായും നിർമ്മിച്ച് മഹാക്ഷേത്രമാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചത് മഹാഭാഗ്യമായി കാണുന്നു. ഭഗവത് ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രം ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് ഭക്തജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു. താഴെക്കാട്ടുമനയുടെ
18 ക്ഷേത്രത്തിൽപ്പെട്ട ചെറുവത്തൂർ ചക്രപുരം നരസിംഹലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇന്ന് പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനേം കൃഷ്ണ ത്വാമഹം ശരണം മവ. കൃഷ്ണനെപ്പറ്റി ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം കൃഷ്ണൻ്റെ ലീലകളാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ വെണ്ണകൃഷ്ണൻ രൂപം, ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണസ്വരൂപം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ഇതിലൊരു പ്രത്യേകത, കൃഷ്ണനെ നമ്മൾ 5 മിനിറ്റ് നോക്കി തൊഴുത് കണ്ണടച്ച് തുറക്കുമ്പോൾ കൃഷ്ണൻ്റെ ചുണ്ടിൽ നോക്കിയാൽ ഒരു ചിരി നിങ്ങൾക്ക് അനുഭവപ്പെടും. ആ ചിരിയിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എന്ത് കാര്യമായാലും അത് നിങ്ങൾക്ക് അത്രയും ഫീലിംഗ്, നിങ്ങൾ കൃഷ്ണനുമായിട്ട് അത്ര ബന്ധം വേണം. ആ ഒരു നെറ്റ് കണക്ഷൻ തന്നെ പറയാം. അത്രയും ഒരു ഡീപ്പായിട്ടുള്ളൊരു വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ ആ പുഞ്ചിരിയിൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയും. ചെറുവത്തൂർ ചക്രപുരം ശ്രീ നരസിംഹ ലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആയുഷ്കാല ജന്മനക്ഷത്ര പൂജയിൽ പങ്കെടുത്ത് ഭക്തജനങ്ങൾ അവരുടെ ദശാകാലങ്ങളിലെ സമയദോഷങ്ങൾക്ക് പരിഹാരം കാണുന്നു. നാം ലോകത്തെ ഏത് കോണിലായിരുന്നാലും വർഷം തോറും അവരവരുടെ ജന്മനക്ഷത്രങ്ങളിൽ മുടങ്ങാതെ ജന്മനക്ഷത്ര പൂജ നടത്താവുന്നതാണ്. ഇതിലെങ്ങനെയാണ് ഈ പൂജയുടെ ഭാഗമാവേണ്ടത് പറഞ്ഞാൽ, നമ്മൾ 3501 രൂപ ഫിക്സ് ചെയ്തിട്ടുള്ളൊരു പൂജയാണ്. നമ്മൾ ജന്മദിവസം നമ്മളിവിടെ ഒരു പൂജ ചെയ്യുന്ന ദിവസം നമ്മൾ ആജീവനാന്ത ജന്മനക്ഷത്ര പൂജയിൽ അംഗത്വം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും ആ ദിവസം, ആ മലയാള മാസമാണെങ്കിൽ മലയാള മാസം, ഇംഗ്ലീഷ് മാസമാണെങ്കിൽ ആ ദിവസം കൃത്യമായി അവരുടെ പേരിൽ ഈ ദേവൻ്റെ സന്നിധിയിൽ ദേവന് നിവേദ്യവും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന ഐശ്വര്യത്തിനും അവരെ ആയുസ്സിനും എല്ലാം വേണ്ടിയുള്ള അർച്ചനകൾ നടത്തി അവർക്ക് അതിൻ്റെ പ്രസാദം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ചിട്ടയായ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏത് രീതിയിൽ അവർ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണോ ആ ജന്മനക്ഷത്ര പൂജ അവർ പ്രാർത്ഥിച്ച് പറയുന്നത്, അത് ഭഗവാൻ അത് സഫലമാക്കി കൊടുക്കുന്ന ഒരു ഇതാണ് നമ്മുടെ കണ്ടുവരുന്നത്. ഞാൻ കുറേ ദൂരത്ത് നിന്ന് വന്നൊരു ഭക്തനാണ്. ഒരു നിയോഗം പോലെ ഈ ക്ഷേത്രത്തിലെ ധ്വജത്തിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യാൻ ഭഗവാൻ എന്നൊരു നിമിത്തം ആക്കിയതാണ്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിച്ചേരുന്നത്. ഭഗവാന്റെ കൃപയും കാരുണ്യം കടാക്ഷവും കൊണ്ട് പല ഭക്തന്മാർക്കും ഇവിടെ വരുന്നവർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട്. എവിടെയും കാണാത്ത ഒരു പ്രത്യേകതയാണ് മഹാവിഷ്ണുവിൻ്റെ 3 ഭാവങ്ങൾ ഒരേ നാലമ്പലത്തിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ അത്യുത്തര കേരളത്തിൽ എവിടെയും കാണപ്പെടില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത്രയും പ്രശസ്തമായ ഒരു ക്ഷേത്രം എത്രയോ കാലങ്ങൾക്ക് മുന്നിൽ നിന്നും ഇന്ന് അതിൻ്റെ പുരാതന പ്രൗഢിയെ വെല്ലും വിധം വളരെ ശക്തമായ രീതിയിൽ, വളരെ അത്യുന്നതമായ രീതിയിൽ പുനർനിർമ്മിച്ച് ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇതിനൊരു പാരമ്പര്യ അവകാശികളില്ല. ഈ ട്രസ്റ്റിലുള്ള മെമ്പർമാരാണ് ഇതിൻ്റെ കൃത്യമായ അവകാശികൾ. അവരുടെ കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ വളരെ വിദ്യാഭ്യാസപരമായി സാമൂഹ്യമായി മുന്നോട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടായ്മ ആയതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് പല പഴയ ആചാരങ്ങളും, നമ്മൾ അനാചാരങ്ങളായ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ പുരോഗമനമായി നമ്മുടെ ഭക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന തരത്തിലുള്ള ഒരു ആത്മീയതയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഇവിടെ ഈ ക്ഷേത്രത്തിലുള്ളത്. വിശ്വാസമുള്ള എല്ലാവർക്കും അകത്ത് കടന്ന് തൊഴാം. പിന്നെ അവരുടെ വേഷവിധാനങ്ങൾ, അതിപ്പോൾ വേഷവിധാനങ്ങൾ നമ്മൾ നിർബന്ധപൂർവ്വം അഴിപ്പിക്കേണ്ട. അഴിക്കണം എന്നുള്ളവന് അഴിക്കാം, അല്ലാത്തവന് അഴിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ അത് ഇട്ടത് കൊണ്ട് ഇവിടുത്തെ ചൈതന്യത്തിന് ഒരു കുറവും വരില്ല എന്നാണ് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് വേഷവിധാനങ്ങൾ അഴിച്ച് അകത്ത് കയറണം എന്നുള്ള ഒരു കാലത്തും ഇല്ല. അത് മനസ്സിൻ്റെ ശുദ്ധിയാണ് ആദ്യം, ദേഹശുദ്ധി മനഃശുദ്ധിയാണ് ആദ്യം. ഈ ക്ഷേത്രത്തിൽ ഏത് ജാതി മതം അങ്ങനെ ഒന്നുമില്ല. എല്ലാ ജാതിയും, ഒരു മുസ്ലിം ആയാലോ ക്രിസ്ത്യാനി ആയാലോ ഹിന്ദു ആയാലോ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. അത് എന്താ പറഞ്ഞാൽ ഒരു ഭക്തനായി, ഒരു പ്രാർത്ഥനക്കായി ഇവിടെ ഏത് ഒരു വിശ്വാസിയായി ആർക്ക് വന്നാലും
അതിൽ അദ്ദേഹത്തിൻ്റെ സമുദായമോ അവരുടെ മതമോ ജാതിയോ ഒന്നും ഒരു വിഷയമല്ല. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരുപാട് അനുഭവങ്ങൾ പല ഭക്തന്മാർക്കും ഇവിടെ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഇവിടുത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ സഹായത്തോടെ അവർക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സത്യത്തിൽ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അമ്പലത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ അത് ഈ ഭഗവാൻ സാധിച്ചു തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലും ഈ അമ്പലത്തിൽ വന്ന ശേഷം ഉണ്ടായിട്ടുണ്ട്. 2017 ഏപ്രിൽ 17 പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രം തുടർന്നുള്ള 3 വർഷത്തിനകം തന്നെ 2022 ഇവിടെ ധ്വജപ്രതിഷ്ഠ നടത്തി ഒരു മഹാക്ഷേത്രമാക്കി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഭക്തജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. ക്ഷേത്രം തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ തരണനെല്ലൂർ തെക്കിനിയേടത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട്ടിൻ്റെ മുഖ്യ കാർമ്മികത്വം കൊണ്ട് പരിപാവനമാണ് ചെറുവത്തൂർ ചക്രപുരം നരസിംഹ ലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടത്തെ ആചാരാനുഷ്ഠാനങ്ങൾ. ജാതിമത ഭേദമന്യേ ഏവർക്കും ദർശനം നടത്താമെന്നുള്ളതും ചക്രപുരം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു നരസിംഹമൂർത്തി എന്ന നിലയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങളും ഒരുപാട് ജനങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഭക്തജനങ്ങളും ഇവിടെ എത്തിച്ചേരുന്ന ഒരവസ്ഥയാണിപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ഓരോ ചടങ്ങും ഓരോ ഉത്സവങ്ങളും എല്ലാം വളരെ ചെറിയ വിധത്തിൽ നടത്താം എന്നുദ്ദേശിച്ചാലും അത് ഗംഭീരമായിട്ടത് പര്യവസാനിക്കും. അങ്ങനെ ഒരു പ്രത്യേക ശക്തി ഈ ക്ഷേത്രത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് ഭക്തജനങ്ങൾക്ക് അനുഭവയോഗ്യമായ ഒരു തെളിവാണ്. ഒരടി ഭൂമി ദേവന് എന്ന ഭൂമി സമർപ്പണ യജ്ഞം ഞങ്ങളുടെ ഭരണസമിതി ചർച്ച ചെയ്ത് തീരുമാനത്തിലെടുത്ത ഒരു പ്രൊജക്റ്റാണ്. ഒരടി മണ്ണ് ദേവന് എന്ന പദ്ധതി ഏകദേശം ഒരടിക്ക് 5001 രൂപ നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ഒരു ഭക്തന് എത്ര അടി മണ്ണ് വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാം. ഏകദേശം 4.5 കോടിയോളം ചെലവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്ന ഭക്തജനങ്ങൾ ഏറ്റെടുക്കുമെന്നും ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും അവർ ചെയ്തു തരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദേവനി ഒരടി മണ്ണ് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സജീവമായി ഒരു വിദേശ സന്ദർശനം നടത്തി സാമ്പത്തിക സ്വരൂപണം നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഘട്ടത്തിലും എല്ലാ ഭാഗങ്ങളിൽ നിന്നും
പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിലുള്ള ഗുണം കിട്ടിയതുകൊണ്ടാണ് ഈ ക്ഷേത്രം പരമാവധി ഉന്നതിയിലേക്ക് ദിനംപ്രതി കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ വെച്ച് സമർപ്പണം നടത്തി പ്രാർത്ഥിച്ചാൽ കുട്ടികളുണ്ടാവാതെ ഒരുപാട് ഏകദേശം ഞാൻ തന്നെ അറിയുന്ന ഏകദേശം ഒരു 10-80ഓളം ആളുകളിൽ ഒരു 10-27ഓളം പേരുകൾക്ക് ഇരട്ട കുട്ടികളെ ലഭിക്കും. 11 മാസം കൊണ്ട് ഇവിടെ ഉള്ളിൽ അവർ കുട്ടികളുമായി ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വളരെ നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ബിസിനസ് സംബന്ധമായ കച്ചവട സംബന്ധമായ പല പ്രതിസന്ധികളും കോടതികളിൽ കെട്ടിക്കിടക്കുന്ന പല നിയമപരമായ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ഈ ദേവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ ക്ലിയറായി ഈ ദേവൻ്റെ മുമ്പിലെത്തിയ ഒരുപാട് ഭക്തന്മാരെ നമുക്കറിയുന്നു. ധ്വജസ്തംഭം ഇവിടെ സമർപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഭഗവാൻ തന്നതാണ്. അതിന് ഞാനൊരു നിമിത്തമാണ്. എല്ലാം ചെയ്ത് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കിയത് ഭഗവാനാണ്. അതിനുള്ളൊരു ഭാഗ്യം എനിക്കിവിടെ സിദ്ധിച്ചതാണ്. ഇവിടെ എത്താനുണ്ടായ കാരണം അങ്ങനെയാണ്. എല്ലാ കൊല്ലവും ഏപ്രിൽ 17 ചക്രപുരം നരസിംഹ ലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവമായി ആഘോഷിക്കുന്നു. കൂടാതെ നവരാത്രി, നരസിംഹമൂർത്തി ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി, മണ്ഡലകാലം, വിനായക ചതുർത്ഥി എന്നീ വിശേഷ നാളുകളും ചക്രപുരം നരസിംഹ ലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നു. പിന്നെ ഈ ധ്വജപ്രതിഷ്ഠ കഴിഞ്ഞു കൊടിയേറി ഉത്സവം. അത് ഏപ്രിൽ 17 കൊടിയേറും, 22 ആറാട്ട്, ഏപ്രിൽ 15 ശുദ്ധികർമ്മങ്ങൾ, 17 കൊടിയേറ്റം, 22 ആറാട്ട്. അത് തുടങ്ങിയ മുതൽ ഇന്ന് വരെ മുടങ്ങാതെ കണ്ട് പോകുന്നുണ്ട്. എല്ലാ വർഷവും ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ 20 വരെയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഏപ്രിൽ 10, 11, 12 തീയതികളിൽ നമ്മുടെ ക്ഷേത്രത്തിലെ ശുദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്ത്രീശ്വരൻ്റെ നേതൃത്വത്തിൽ താന്ത്രിക കർമ്മങ്ങളും, ഏപ്രിൽ 13 വൈകുന്നേരം തന്ത്രീശ്വരൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റവും, ഏപ്രിൽ 20 കൊടിയിറക്കം നടക്കുന്ന രീതിയിലുള്ള 7 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. വളരെ വിപുലീകരിച്ച പരിപാടികൾ, വിപുലപരമായ ഒരുപാട് നമ്മുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് അന്ന് നടത്തുക. ഏപ്രിൽ 17 തീയതി നമ്മുടെ ദേവൻ്റെ പ്രതിഷ്ഠാ ദിനമായെന്ന് വിശേഷാൽ പൂജയും കലശം ഒക്കെ ആടിയിട്ടുള്ള പൂജകളൊക്കെ ഉണ്ടാകുന്നു. സ്വദേശത്തുള്ളവരും ഈ ദേശത്ത് നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന പ്രവാസികളായ അനവധി ഭക്തന്മാർ നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ഇതുകൊണ്ട് അവസാനിക്കില്ല. ഇനിയും കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭിച്ചാൽ മാത്രമേ ഈ ക്ഷേത്രം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കൊല്ലം ശുദ്ധി കലശം കഴിച്ചിട്ട് കൊടിയേറും. അപ്പം അതേവേരെയുള്ള അശുദ്ധി അറിഞ്ഞോ അറിയാതെ കൊണ്ടോ ദേവനിലോ ക്ഷേത്രത്തിലോ പ്രദേശത്തോ ബിംബത്തിലോ വന്നിട്ടുണ്ടെങ്കിൽ അത് പോകാനാണ് ഈ ശുദ്ധി കലശം കഴിഞ്ഞിട്ട് കൊടിയേറ്റം ആറാട്ട്. എല്ലാ വർഷവും നമ്മുടെ നരസിംഹമൂർത്തി ജയന്തി ചോതി നക്ഷത്രത്തിൽ വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. കൃഷ്ണ ഭഗവാന്റെ അഷ്ടമി രോഹിണി വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. ഗണപതി വിനായക ചതുർത്ഥി വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. പിന്നീട് നമ്മുടെ നവരാത്രി ആഘോഷം 9 ദിവസവും ദേവിക്ക് ആ 9 ഭാവങ്ങളിലുള്ള പൂജയും കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്.
പിന്നെ മണ്ഡലകാലത്ത് ശബരിമല സീസണിൽ കൃത്യമായി ഒരു മാസം നമ്മൾ ഇവിടെ പിന്നെ ഭജനയും അതോടൊപ്പം തന്നെ അയ്യപ്പൻ്റെ എല്ലാ പൂജകളും ഇവിടെ നടത്തുന്നുണ്ട്. നമ്മൾ പുറത്ത് നമ്മളെ ക്ഷേത്രത്തിന് മതിലിന് പുറത്ത് പടിപൂജ അടക്കം നടത്തി സ്വാമിമാരുടെ ഒരു സംഗമം നടത്തി അവർ ഭജനയൊക്കെ നടത്തുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മൾ പിന്നെ കുളത്തിൽ ആറാട്ട് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. പിന്നെ രാമായണ മാസം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഭഗവത്ഗീത ക്ലാസ് നമ്മളിവിടെ നടത്തുന്നുണ്ട്. എല്ലാ വർഷവും നമ്മുടെ ഭാഗവത സപ്താഹ യജ്ഞം നടത്താറുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ ജാതി മത ഒന്നും കാണിക്കാതെ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന വഴി നമുക്ക് റെയിൽവേ മാർഗ്ഗമാണെങ്കിൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൃത്യമായി 1 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കൃത്യം 1 കിലോമീറ്ററാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള വഴി. ഇന്ന് നാം കാണുന്ന ഈ മഹാക്ഷേത്രം ഈ നിലയിൽ എത്തിച്ചേർത്തത് നമ്മുടെ നാട്ടുകാരും പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളുടെയും കൂട്ടായ ഒരു സഹകരണം കൊണ്ടാണ്. നമുക്ക് ഇനിയും ഭാവിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിത്യവും അന്നദാനം നൽകുന്നതിനുള്ള ഒരു അന്നദാന മണ്ഡപം, അതോടൊപ്പം തന്നെ തന്ത്രീശ്വരൻ്റെ തന്ത്രിമഠം, മേൽശാന്തി മഠം, വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള താമസ സൗകര്യം ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ക്ഷേത്ര ചൈതന്യം അനേകായിരങ്ങൾക്ക് പുണ്യം പകർന്നു നൽകുന്നു. ദേവായനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.